നല്ലവരായ നാട്ടുകാർ, പ്രിയപ്പെട്ട അമ്മമാർ, മറ്റ് സുഹൃത്തുക്കൾ, ഏവർക്കും സാദര നമസ്കാരം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദമായി ഞാൻ നിന്നു പ്രസംഗിച്ച അതേ വേദിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCCയുടെ ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. രണ്ട് പതിറ്റാണ്ടുകാലം ഈ ചെത്തല്ലൂരിന്റെ മണ്ണിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തി രാഷ്ട്രീയമായി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും CPM-നെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അവരോട് പൊരുതിക്കൊണ്ടാണ് BJP-യുടെ ഒരു എളിയ പ്രവർത്തകനായി ഞാൻ ഈ മണ്ണിൽ തുടക്കം കുറിച്ചു. ജനങ്ങളുടെ നിത്യ പ്രശ്നങ്ങളിൽ, ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എവിടെ നിന്ന് BJP-യിലേക്ക് പുതുതായി ഒരാളെ കൊണ്ടുവരാൻ സാധിക്കും എന്ന മാത്രം ചിന്തയിൽ ആത്മാർത്ഥമായി ആ പാർട്ടിക്ക് വേണ്ടി 2 പതിറ്റാണ്ടുകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്റെ ഈ പ്രസംഗം കേട്ടു നിൽക്കുന്ന എന്റെ പഴയകാല സഹപ്രവർത്തകർക്ക് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തോട് ഞാൻ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയിലും കൂറിലും, ഞാൻ നൽകിയിട്ടുള്ള സമയത്തിലും, ഞാൻ ചെലവഴിച്ചിട്ടുള്ള എന്റെ പ്രയത്നത്തിലും ഒരിക്കൽ പോലും അണുവിട അതിലൊരു കളങ്കം പറ്റാതെ 2 പതിറ്റാണ്ടുകാലം ഞാൻ ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയിട്ടുള്ള മണ്ണാണിത്. വോട്ടവകാശം ഉണ്ടാകുന്നതിന് മുമ്പ് കരിങ്കല്ലത്താണി സ്കൂളിൽ പോകുന്ന സമയത്ത് SFI പ്രവർത്തകനായിട്ടാണ് ആദ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ധാരാളം പരിപാടികൾ നടക്കായിരുന്നു. മുരളിയേട്ടനൊക്കെ അറിയാം, നമ്മുടെ രവീന്ദ്രൻ മാഷൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ രവീന്ദ്രൻ മാഷ് നല്ല സഖാവായിരുന്നു. ആ സഖാവിന്റെ ഒക്കെ സ്വാധീനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ക്ലാസ്സുകളിൽ പോയി പരിഷത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്ത് അന്നത്തെ സാക്ഷരതാ യജ്ഞത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ പേറുന്ന ഒരാളാണ് ഞാൻ. ആ സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് കേരളത്തിൽ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു പാട്ടുണ്ട്. ഫിറോസിന് ആ പാട്ടറിയോ? പഴയൊരു പാട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാനെന്ന് സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് പാടിപ്പടിച്ചൊരു പാട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഭയവുമില്ല, ഒരു തരത്തിലുള്ള ഭയവുമില്ല. ഞാൻ കടന്നു പോന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളെയും കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഏതറ്റം വരേക്കും നശിപ്പിക്കാൻ ശേഷിയുള്ള അമിത്ഷായുടെ പാർട്ടിയിൽ നിന്നാണ് ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. എന്നെ പുറത്താക്കിയതല്ല, ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോന്നതാണ്. ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ പോയി കേറിയത് കേരളത്തിൽ അധികാരത്തിലുള്ള CPM-നകത്തേക്കല്ല. കേരളത്തിന് അധികാരത്തിലുള്ള CPM-നകത്തു പോയി കൊടിവെച്ചൊരു കാറിൽ യാത്ര ചെയ്യാൻ സരിനെ പോലെ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല. ഈ മഹാരാജ്യത്തോ കേരളത്തിലോ എന്തിനേറെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ പോലും അധികാരത്തിലില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞാൻ സധൈര്യം കടന്നു വന്നത് എനിക്ക് ആ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇനി വേണ്ട. എനിക്കിനി മുതൽ
സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, മതസാഹോദര്യത്വത്തിന്റെ പാതയിലൂടെ കടന്നു പോകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ നാട്ടുകാർക്കറിയാം, ചെത്തല്ലൂരുകാർക്കറിയാം, BJP-യിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഒരിടത്തു പോലും, ഒരു സ്ഥലത്ത് പോലും ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളെ, സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളെ മനസ്സുകൊണ്ട് ആക്ഷേപിക്കണമെന്ന് എവിടെയും ആഗ്രഹിച്ചിട്ടില്ല. ആ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. ഇവിടെ എന്റെ പ്രസംഗം കേട്ട് എന്റെ ഒരു സുഹൃത്തിരിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എന്റെ കളിക്കൂട്ടുകാരനാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ. അദ്ദേഹം ഈ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഈ നാട്ടിലില്ല. അദ്ദേഹം CPM-ന്റെ പ്രവർത്തകനാണ്, DYFI-യുടെ പ്രവർത്തകനായിരുന്നു. അവനോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് BJP-കാരനായ സന്ദീപിന്റെ കൂടെ നടക്കുന്നത്? അവനൊരു ഹിന്ദു വർഗീയവാദിയല്ലേ, അവന്റെ കൂടെ എന്തിനു നടക്കുന്നു? കാരണം ആ DYFI സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം മുൻപ് വരെ. അവനൊരു മുസ്ലിം സമുദായ അംഗമാണ്. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒരു പായൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവരാണ്. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു വർഗീയ സമീപനം ഉണ്ടായതായി അവൻ ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട്. ആ ധൈര്യം തന്നെയാണ് എനിക്കുള്ളത്. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ഞാൻ ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംസാരിക്കുന്ന സമയത്തും ഞാൻ അവധാനത പുലർത്തിയിട്ടുണ്ട്. എന്റെ വാക്കുകൾ കൊണ്ട് ഇതര സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് മുറിവേൽക്കരുത് എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും സാധിക്കാതെയും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ അമ്മാവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്റെ നാക്കിൽ മോതിരം കൊണ്ട് അക്ഷരം കുറിച്ച് തന്ന എന്റെ അമ്മാവനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അദ്ദേഹം ജീവിതകാലം മുഴുവൻ K. കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ അചഞ്ചലനായിട്ടുള്ള അടിയുറച്ച ഒരു അനുയായിയായി ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്നോട് നീ എന്തിന് BJP-യിൽ പോയി എന്ന് ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ട് BJP-യിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പോലും എനിക്കെന്തുകൊണ്ട് സഹോദര സമുദായങ്ങളോട്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ചും ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ കാലുഷ്യം സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരവെന്ന് പറയുന്നത് എന്റെ മുത്തച്ഛന്റെ പേര് തേവരുഗുപ്തൻ ആണ് എന്നുള്ളതാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായി ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലോ താഴേക്കോട് പഞ്ചായത്തിലോ ഈ പരിസര പ്രദേശങ്ങളിലോ ആരും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 27-ാം രാവിന് സക്കാത്ത് കൊടുത്തിരുന്നൊരു വീടാണ് എൻ്റെ അമ്മയുടെ തറവാടെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വർഗീയവാദിയാവാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് ഞാൻ എന്നോ തിരിച്ചറിഞ്ഞതാണ്. മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ അതിനെ എതിർത്തു. മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടാണ് എന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആ പാർട്ടി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാടെന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ, മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഇഴുകിച്ചേർന്ന് താമസിക്കുന്ന ഒരു നാടാണ്. ഉത്തരേന്ത്യയിലേതുപോലെ മുസ്ലിം ഘട്ടോയും ഹിന്ദു ഘട്ടവും എന്ന് അവിടെ വേറെ ഇല്ല. അവിടെയാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിങ്ങൾ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞത്. എന്ത് നിന്ദ്യമായ കള്ളപ്രചരണമാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരം കേട്ടിട്ട് TV ചാനലിലൂടെ കാണുന്ന ഒരു ചെറിയ കുട്ടി
വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ മുസ്ലിം ഭവനത്തിലെ ഒരു ഉമ്മ വന്നിട്ട്, എന്നാ മക്കളെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കേ എന്ന് പറഞ്ഞ് 2 കുട്ടികൾ കൂടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു കുട്ടി പറയാണ്, അല്ല TV പറയുന്നത് കേട്ടു, നിങ്ങളൊക്കെ ഭക്ഷണം തരുന്നത് തുപ്പിയിട്ടാണ്, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയുന്നൊരു സാമൂഹിക സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പെരുന്നാളിന് ഷാക്കിറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നയാളാണ് സന്ദീപ്. ഓണത്തിന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് കേരളം. ആ കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള BJP-യുടെ നേതാക്കൾ നടത്തുന്ന പരിശ്രമത്തെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ 1 വർഷത്തിലധികം BJP-ക്കകത്ത് സംഘടനാ നടപടി നേരിട്ടയാളാണ് ഞാൻ. എന്നെ സമ്മർദ്ദം ചെലുത്തി എന്റെ നിലപാട് തിരുത്തിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിലല്ല, പല വിഷയത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നാൽ 10-20 വർഷക്കാലം മുമ്പ് ഞാൻ ഈ പാർട്ടിയിൽ BJP-യിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് വാസ്തവത്തിൽ 17 വയസ്സ് 18 വയസ്സ് എനിക്കന്ന് വോട്ടവകാശമുള്ളതിന് മുമ്പാണ്. വോട്ടവകാശം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇവിടെ പഞ്ചായത്ത്. അന്ന് മാമ്പ്ര വാർഡിൽ നിന്ന് BJP കാര്യതൊടി സുബ്രേട്ടനെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. കാര്യതൊടി സുബ്രേട്ടനെ സ്ഥാനാർത്ഥിയാക്കി നടത്തിയിട്ടുള്ള വലിയ പ്രചരണം, ആ പ്രചരണത്തിലാണ് BJP-യുടെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കുള്ള ഒരു പങ്കാളിത്തം ഞാൻ നിർവഹിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് 2ാം സ്ഥാനത്തേക്ക് വരാൻ BJP-ക്ക് അവിടെ സാധിച്ചു. പക്ഷെ 2000-ന് ശേഷം 2002 ആകുമ്പോഴേക്കും ഞാൻ ആ സമയത്ത് യുവമോർച്ചയുടെ പഞ്ചായത്തിന്റെ ഭാരവാഹിയാണ്. പക്ഷെ 2002 ആകുമ്പോഴേക്കും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം എന്റെ അമ്മയ്ക്ക് കൂടി പഠിപ്പിക്കുന്ന സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊരു തോന്നൽ വന്ന സമയത്ത്, വല്ലാത്ത പ്രയാസം ഉണ്ടായ സമയത്ത്, CPM-ന്റെ ഭാഗത്തുനിന്ന് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടായ സമയത്ത് എനിക്ക് എന്നെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്തണം എന്ന ഉദ്ദേശം എന്റെ വീട്ടുകാർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. 4-5 വർഷക്കാലം സൗദി അറേബ്യയിലെ റിയാദിലാണ് പിന്നീട് ഞാൻ ജോലി ചെയ്യുന്നത്. ആ കാലത്ത് 2000-ൽ BJP ഉണ്ടാക്കിയിരുന്ന മുന്നേറ്റം പിന്നീട് 2005-ൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് വരികയാണ്. തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് നേടിയിരുന്ന വോട്ടിനേക്കാൾ വളരെ താഴേക്ക് പോവുകയും പിന്നീട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് BJP ഇവിടെ വാസ്തവത്തിൽ കൊടിമരത്തിൽ ഒരു കൊടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പ്രവർത്തിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല, നേതൃത്വം കൊടുക്കാൻ ആളില്ല. വന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ വീണ്ടും BJP-യുടെ പ്രവർത്തനവുമായി സജീവമായി രംഗത്തിറങ്ങാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനിക്കുന്ന സമയത്ത് ഈ ചെത്തല്ലൂരിൽ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള RSS-ന്റെ ശാഖയും മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. BJP-ക്ക് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടായിരുന്നില്ല. പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. പ്രവർത്തിക്കാൻ താല്പര്യമുള്ള പ്രവർത്തകർ പോലും തീർത്തും അവരുടെ ആവേശമൊക്കെ കെട്ട് വീടുകളിലായിരുന്നു. കാരണം അതിന് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് BJP-യുടെ അന്നത്തെ ആ സമയത്ത് BJP-ക്ക് വേണ്ടി ഏറ്റവും നന്നായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന കിഴക്കേതിലെ മണിയേട്ടൻ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം അവിടെ നേതൃത്വം കൊടുക്കാനില്ലാതെ പോയി. അദ്ദേഹം തന്നെ അവസാന സമയത്തൊക്കെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും BJP-യുടെ പ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്നത്. ആ പ്രവർത്തനം തുടങ്ങി ഈ കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് രാജിവെക്കുന്നത് വരെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ BJP-യുടെ ഒരു പ്രവർത്തകനോ കാര്യകർത്താവെന്ന് വിളിക്കപ്പെടുന്ന നേതാവോ ആയിരിക്കുമ്പോൾ പോലും എന്റെ മുന്നിൽ വന്നിട്ടുള്ള, എന്നോട് സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അവനെ സഹായിക്കാൻ ഞാൻ എല്ലാ കാലത്തും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പോലും ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊടുത്തൊരു പാർട്ടിയായിരുന്നു.
ആദ്യത്തെ എന്റെ വീട്ടിലെ സന്തോഷം എന്ന നിലയ്ക്ക് എന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത്, വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അത് മിസ്കാരേജ് ആയി. വലിയ വിഷമത്തിൽ എന്റെ ഭാര്യ താഴേക്കോട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസമാണ്. വലിയ ദുഃഖമുള്ള ദിവസമാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷമവും സങ്കടമുണ്ട്. പക്ഷെ അന്ന് ചെത്തല്ലൂരിൽ ഇതേ സ്ഥലത്ത് BJPയുടെ ഒരു ധർണ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയെ കിടത്തിയിട്ട് ഇവിടെ വന്ന് ആ സമരം, ആ പരിപാടി ആസൂത്രണം ചെയ്ത് ഞാനായിരുന്നു. വന്ന് വിജയിപ്പിച്ച് പ്രസംഗിച്ച് ആ പരിപാടി അവസാനിച്ച് തിരിച്ചു പോകുമ്പോൾ പോലും ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും തൊഴിൽ ചെയ്തെടുത്ത പണം, അവർക്ക് കിട്ടിയ ശമ്പളം, അവരുടെ പോലും അനുവാദമില്ലാതെ ഏറിയ പങ്കും ചെലവഴിച്ചിട്ടുള്ളത് ആ BJPയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും ATM ആയിരുന്നു എന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആ കാലത്ത് നടന്നിട്ടുള്ള നിരവധി സംഘർഷങ്ങളുണ്ട്. BJP വളർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അനുഭവിക്കേണ്ടി വരുന്ന CPM-മായി മുഖാമുഖം സംഘർഷങ്ങളുണ്ടായി, പല സംഘർഷങ്ങളുണ്ടായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു സംഘർഷ ഭൂമിയിൽ പോലും പ്രവർത്തകരെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും സാധ്യതകൾ ഉണ്ടായിട്ട് കൂടി എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസിലെ 1-ാം പ്രതിയായി എന്റെ പേരെഴുതണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് 1-ാം പ്രതിയായി ഞാനും ബാക്കിയുള്ള BJP പ്രവർത്തകരുടെ പേര് 2-3 പ്രതികളായിരുന്നു ഇവിടെ എല്ലാ കാലത്തും. ഒരു കേസിൽ നിന്ന് പോലും ഞാൻ ഓടി ഒളിച്ചിട്ടില്ല. അത്തരം കേസുകൾ വരുമ്പോ സഹായിക്കാൻ പുറമേന്ന് ആരും വരാറുമില്ല. ആ കേസുകൾ നേരിടാനുള്ള സംവിധാനം കൂടി ഈ ചെത്തല്ലൂരിലെ BJPയുടെ സംവിധാനത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി പോന്നിട്ടുള്ളത്. കേസുകൾ വരുമ്പോ നേരിടാൻ, കോടതി നടപടികൾ വരുമ്പോ എങ്ങനെ നേരിടണം, എന്ത് ചെയ്യണം, ഇതൊക്കെ പുറമേ നിന്ന് ഒരു സഹായവുമില്ലാതെ ചെയ്യാൻ ഇവിടുത്തെ സംഘടനയ്ക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ പഴയകാല സഹപ്രവർത്തകർ മറക്കില്ല എന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സന്ദീപ് എന്തോ 2016 ശേഷം ഇവിടെ പ്രവർത്തിക്കാത്തയാളാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞതാരാന്നറിയോ? സന്ദീപ് സൂത്രപ്പണിയിൽ BJPയുടെ തലപ്പത്ത് വന്നതാണ്. പറഞ്ഞതാരാ? പത്മജ വേണുഗോപാൽ. ഞാൻ ചേച്ചിയെ വിളിച്ചു ചോദിച്ചു, ചേച്ചി തന്നെ ഇത് പറയണം. സന്ദീപ് പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം, മണ്ഡലം തലം, എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെത്തിയ ആളാണ്. പക്ഷെ പത്മജ വേണുഗോപാൽ അത് പറയാൻ അർഹതയുണ്ടോ? ഞാൻ ഈ സ്വീകരണ പരിപാടി തന്നെ വാസ്തവത്തിൽ കൃഷ്ണദാസേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണോ ദാസേട്ട, ഇങ്ങനെ ഇത്രയും പരിപാടി വേണോ? ഞാൻ അംസമാഷിനോട് വെച്ചു, വേണോ ഇത്രയും വലിയൊരു പരിപാടിയുടെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തിനാണ്? ഇപ്പോ പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി, അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി, ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് BJP പോയി. ഈ 3 പേർക്കും അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ പോയിട്ട് പോലും BJPക്കാർ ഒരു ഷാളിട്ട് കൊടുത്തിട്ടില്ല. അവരുടെ വീട്ടിൽ പോയിട്ട് പോലും ഒരു ഷാളിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, ഇത്ര വലിയ നേതാക്കളാ. അപ്പൊ ഞാൻ ചോദിച്ചു, BJPയിൽ ഇതൊന്നും പതിവില്ല. അപ്പൊ കൃഷ്ണദാസേട്ടൻ അംസമാഷൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മുന്നണിയിലേക്കും പാർട്ടിയിലേക്കും ഒരാൾ വന്നാൽ അവരെ ആദരിക്കാത്ത BJP അല്ല, ഇത് UDF ആണ്, ഇത് കോൺഗ്രസ് ആണ്. ഈ നാട്ടിൽ സ്വീകരണം ഒരുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞത് ഏറ്റെടുത്തത് ഇവിടുത്തെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വമാണ്, പ്രവർത്തകരാണ്. ഞാൻ ആഗ്രഹിച്ചതേ അല്ല. പക്ഷെ 1-2 തവണ ഈ സ്വീകരണത്തിന്റെ തീയതി മാറ്റി വെക്കേണ്ടി വന്നു. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, നമ്മളൊക്കെ ആദരിച്ചിരുന്ന MT വാസുദേവൻ നായരുടെ നിര്യാണം ഉണ്ടായി. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പെട്ടെന്നുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായി. ഇത് രണ്ടും വന്നപ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോഴേക്കും സന്ദീപ് വാര്യരുടെ സ്വീകരണം മാറ്റിവെച്ചു. ഇനി എപ്പോഴാണ് സ്വീകരണം? ഇനിയും മാറ്റിവെക്കുക. എനിക്കൊരു താല്പര്യമില്ലാത്ത കേസാണ്. കാരണം സ്വീകരണം എന്ന് ഒന്നാമത് സമയത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. ഈ തീയതി മാറ്റുന്ന സമയത്ത് ഞാൻ കൊടുത്ത മറ്റു പല പരിപാടികളുടെയും ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. നേതാക്കന്മാർക്ക് പ്രയാസമുണ്ട്. ഫിറോസ് തന്നെ 2 തവണയാണ് ഡേറ്റ് ചെയ്യുന്നത്. മുരളിയേട്ടൻ 2 തവണയാണ് ഡേറ്റ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന് വരണമെന്ന് താല്പര്യമുണ്ട്.
പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഈ പരിപാടി നടത്തണം എന്ന താല്പര്യം സംഘപരിവാറിനും BJPക്കും ഉള്ളപ്പോ ഞങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, നടത്തിയല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് സന്ദീപിന്റെ രാഷ്ട്രീയ പാരമ്പര്യമോ സന്ദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ, സന്ദീപ് ഒന്നും ചെയ്യാത്തവനാണ്. സന്ദീപ് എന്താ പറഞ്ഞത്? ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞല്ലോ, ചീള് കേസാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ഒന്നുമല്ല, ഞാനൊരു പ്രാദേശിക നേതാവ് മാത്രമാണ്. സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാണ്, ഞാനൊരു പ്രാദേശിക നേതാവ് മാത്രമാണ്. ഇനിയും പ്രാദേശിക നേതാവായി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രം നിൽക്കാൻ താല്പര്യമുള്ള ഒരു സാധാരണക്കാരനാണ്. സുരേന്ദ്രനെ പോലെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന ഒരു ബഹിരാകാശ നേതാവാകാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സുരേന്ദ്രൻ ഏതെങ്കിലും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന കണ്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്ത് ആത്മാർത്ഥത അയാൾക്കുള്ളത്. ഈ പറഞ്ഞതിന്റെ അടുത്തയാഴ്ച ചങ്ങായി എവിടെയെന്നറിയോ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം വ്യവസായിയുടെ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിന് ഇരുന്ന് വെട്ടി വിഴുങ്ങാണ്. പറയുമ്പോ വലിയ കാര്യമാണ്, ഞങ്ങൾ ബീഫിനെതിരാണ്. ഞാൻ കഴിക്കാറില്ല കേട്ടോ, ഞാൻ ബീഫ് കഴിക്കാറില്ല. കാരണം ഞാൻ പറയുന്ന കാര്യത്തോട് ആത്മാർത്ഥതയുള്ള ആളാണ്. ഞാൻ ബീഫ് കഴിക്കാറില്ല. കഴിച്ചാൽ കഴിച്ചു എന്ന് പറയാൻ മടിയില്ല. കഴിച്ചതിന് ശേഷം ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ വരില്ല. പക്ഷേ കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ തൊലിച്ചു കളഞ്ഞ ഉള്ളിത്തൊലിയുടെ വില പോലും ഇല്ലാത്ത ഒരുത്തനാണ് ഇപ്പോ എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്നോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായി ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ അക്ഷരം പഠിപ്പിച്ച എന്റെ ഗുരുനാഥന്മാരും എന്റെ അധ്യാപികയായിട്ടുള്ള എന്റെ അമ്മയും എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവം സഹായിച്ച് എനിക്ക് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു എനിക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. എന്തൊക്കെ ആക്ഷേപങ്ങളാണ് എനിക്ക് നേരെ ഉന്നയിച്ചത്. ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം പാണക്കാട് തറവാട്ടിൽ പോയി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയി. വലിയ ആക്ഷേപമായിട്ടാണ് ഉന്നയിച്ചത്. BJPയിലെ എന്റെ പഴയകാല സഹപ്രവർത്തകർ ചോദിച്ചത്, സാദിഖ് അലി തങ്ങളെ കാണാൻ പോയതിനു ശേഷം സന്ദീപ് സുന്നത്ത് ചെയ്തോ എന്നാണ്. സന്ദീപ് സുന്നത്ത് ചെയ്തോ, തങ്ങളെ കാണാൻ പോയതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അവരോട് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജന്മഭൂമിയുടെ ലേഖകനായിരുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് ജന്മഭൂമിയുടെ ഒരു മീറ്റിംഗ് നടന്നു. അന്ന് ജന്മഭൂമിയുടെ പത്രാധിപരും ആ മീറ്റിംഗിനുണ്ടായിരുന്നു. ഒരു അവലോകന യോഗമാണ്. ആ അവലോകന യോഗത്തിൽ വെച്ച് പത്രാധിപർ മലപ്പുറത്തെ ജന്മഭൂമിയുടെ ബ്യൂറോ ചീഫിനോട് കയർക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങൾ മരിച്ചിട്ട് ആ വാർത്ത, അദ്ദേഹം മരിക്കുന്നത് രാത്രിയാണ്, പിറ്റേന്ന് ജന്മഭൂമിയിൽ മാത്രമാണ് പ്രാധാന്യമില്ലാത്ത രീതിയിൽ അച്ചടിച്ചു വന്നത്. കാരണം ശിഹാബ് അലി, ബഹുമാനപ്പെട്ട MP, പാലക്കാടിന്റെ പ്രിയങ്കരനായ ജനകീയ MP ശ്രീ VK ശ്രീകണ്ഠൻ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ജന്മഭൂമിയുടെ പത്രാധിപര് മലപ്പുറത്തെ ബ്യൂറോ ചീഫിനോട് ചോദിക്കുകയാണ്, എന്റെ കൺമുന്നിൽ വെച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ ആരായിരുന്നു എന്നറിയാമോ? അദ്ദേഹത്തിന് കേരള സമൂഹത്തിലുള്ള മതിപ്പെന്താണ്, വില എന്താണ് എന്നതിനെ സംബന്ധിച്ച് സാമാന്യ വിവരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വാർത്ത നല്ല രീതിയിൽ കവർ ചെയ്യുമായിരുന്നില്ലേ എന്ന് ജന്മഭൂമിയുടെ പത്രാധിപർ മലപ്പുറത്തെ ബ്യൂറോ ചീഫിനോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് എനിക്ക് ഞാൻ പാണക്കാട് പോയതിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പഴയകാല സഹപ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് പാണക്കാട് കുടുംബത്തെ കുറിച്ച് എന്താണ് അറിയുന്നത്? ആ കുടുംബം ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ചെയ്ത സേവനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രതികരണം നടത്തുമായിരുന്നു, നികൃഷ്ടമായ പ്രതികരണം നടത്തുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ
ശ്രീധരൻപിള്ള സാറിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് പാണക്കാട്ട് തങ്ങളെ കുറിച്ച് ഇതുപോലെ മോശമായൊരു കാര്യം പറയൂ? എന്തൊക്കെയാണ് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായി അടിഞ്ഞുകൂടിയിട്ടുള്ള മുസ്ലിം വിരോധമാണ് പുറത്തേക്ക് വരുന്നത്. ആന്തരികമായി അടിഞ്ഞുകൂടിയ വിഷം, വർഗീയ വിഷം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വിഷം വമിപ്പിക്കുന്ന ഫാക്ടറി എന്ന്. അതിനുള്ളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ആ തരത്തിലുള്ള വർഗീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ആ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ മതവും ജാതിയും നോക്കിയിട്ട് മാത്രമേ അത്തരത്തിലുള്ള ആളുകൾ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ബി.ജെ.പിക്കാരെ പോലെ തന്നെ അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM-ഉമാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, ലജ്ജാകരമായിട്ടുള്ള കാര്യം. എന്നെ സ്വീകരിച്ചതിന്റെ പേരിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, 4 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ബി.ജെ.പിയുടെ പാളയത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെ ഭാഗമായി തീരാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാളെ കേരളത്തിലെ പൊതുസമൂഹം ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഒരു സമീപനമല്ലേ പാണക്കാട് കുടുംബം സ്വീകരിച്ചത്? കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ സന്തോഷിക്കുന്നതിന് പകരം ബി.ജെ.പിക്കാരോടൊപ്പം ചേർന്ന് ദുഃഖിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ നിലപാടുകളിലാണ് ബി.ജെ.പിയും CPM-ഉം ഒരുമിച്ച് നിൽക്കുന്നത്. ഈ വേദി എന്ന് പറയുന്നതിന് ചരിത്രമുണ്ട്. അത് എത്ര ബി.ജെ.പിക്കാർക്ക് അത് അറിയാന്ന് എനിക്കറിയില്ല. ഈ വേദിക്ക് ഒരു ചരിത്രമുണ്ട്. CPM BJP ബാന്ധവത്തിന്റെ ഒരു ചരിത്രം. 977-ൽ RSS-ഉം CPM-ഉം സംയുക്തമായി പൊതുയോഗം നടത്തിയ വേദിയാണിത്. എടവന നാരായണൻ നമ്പൂതിരിയും NN മൂസാറും ഒരുമിച്ച് പൊതുയോഗം നടത്തിയ വേദി കൂടിയാണിത് എന്ന് ബി.ജെ.പിക്കാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPM-കാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 77 ആ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാക്ഷാൽ LK അദ്വാനി വരുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ ചരിത്രവും അടിയന്തരാവസ്ഥയിലെ RSS-ന്റെ ചതികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബി.ജെ.പി കൂട്ടം ഇത് കേൾക്കാനില്ലാത്തതുകൊണ്ട് അത് മറ്റൊരു വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി വലിയൊരു വേദിയിൽ ഞാൻ പറയും. ഞാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പുനർവായനയുടെ സമയത്ത് ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് പോകാം. ബഹുമാനപ്പെട്ട MP കൂടിയുള്ളതുകൊണ്ട് പറയാം. അടിയന്തരാവസ്ഥയെ കുറിച്ച് ശ്രീനേട്ടാ, അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് CPM-ഉം BJP-യും ഒരുമിച്ച് യോഗം നടത്തിയിട്ടുള്ള വേദിയാണിത്, സദസ്സാണിത്. അടിയന്തരാവസ്ഥ കാലത്ത് RSS-ന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഞങ്ങളാണ് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയവർ എന്നാണ്. ഞാനും വാസ്തവത്തിൽ അതാണ് വിശ്വസിച്ചിരുന്നത്. ഞാനും വിശ്വസിച്ചു പോയി. ഈ RSS അടിയന്തരാവസ്ഥക്കെതിരെ വലിയ പോരാട്ടം നടത്തി. ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ചില വായനയിൽ മുഴുകിയപ്പോ എന്റെ മുന്നിൽ ഇന്നാണ് യാദൃശികമായി ഒരു കത്തല്ല 2 കത്ത് വരുന്നത്. RSS-ന്റെ അന്നത്തെ സർസംഘചാലക് ജയിലിൽ കടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്ത് 2 എണ്ണം ഇന്നാണ് എന്റെ കയ്യിൽ കിട്ടിയത്. എന്താ RSS പറയുന്നറിയോ? ഞങ്ങൾ ഈ പരിപാടിയിലൊന്നും ഇല്ല കേട്ടോ. ജയപ്രകാശ് നാരായണന്റെ സമരത്തിൽ ഞങ്ങളില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. RSS-ന്റെ സ്വയം സേവകർ ഈ സമരത്തിൽ എവിടെ ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് യാചിച്ചുകൊണ്ട് അന്നത്തെ RSS-ന്റെ സർസംഘചാലക് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് 1 അല്ല 2 കത്തുകളാണ് എഴുതിയിട്ടുള്ളത്. 2 കത്തുകൾ. ആ 2 കത്തുകളിൽ പറയുന്നുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ കോടതി വിധിയെ പിന്നീട് സുപ്രീം കോടതി റദ്ദ് ചെയ്തപ്പോ അതിന് ഇന്ദിരാഗാന്ധിയെ RSS അഭിനന്ദിച്ചിരിക്കുന്നു. ഇന്ദിരാഗാന്ധി അഭിനന്ദിച്ചുകൊണ്ട്. പക്ഷെ ഇന്ദിരാഗാന്ധി അതിനൊന്നും വില കൊടുത്തില്ല. ഇന്ദിരാഗാന്ധി ആ കത്തുകൾക്കൊന്നും വില കൊടുത്തില്ല. കാരണം ഇവര് സ്ഥിരമായി ജയിലിൽ കിടന്നാൽ സ്ഥിരം മാപ്പ് എഴുതിക്കൊണ്ട് കത്തെഴുതുന്നത് ഇവരുടെ ശീലമാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇന്ദിരാഗാന്ധി ആ കത്തുകളെ പുല്ല് വില കൊടുത്തുകൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അത്തരം ചരിത്രങ്ങൾ കൂടി പറയാനുണ്ട്. എന്തായാലും ഇനിയുള്ള കേരളത്തിൽ നിങ്ങൾ
സ്ഥാപിച്ചിട്ടുള്ള നറേറ്റീവുകൾ, കോൺഗ്രസിനെതിരായി നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള നറേറ്റീവുകൾ, നിങ്ങൾ കോൺഗ്രസിനെതിരായി കൊണ്ടുവന്നിട്ടുള്ള ആഖ്യാനങ്ങൾ, നിങ്ങൾ ചമച്ചിട്ടുള്ള കള്ളക്കഥകൾ, അറിഞ്ഞും അറിയാതെയും ഞാൻ കൂടി ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അത്തരം കള്ളക്കഥകൾ ഓരോ വേദികളിലും പൊളിച്ചടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM BJP ബാന്ധവത്തിന്റെ കഥ ഈ ഒടുക്കം പാലക്കാട് വരെ നമ്മൾ കണ്ടു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ പോയി ഈ നാട്ടിലേക്ക് വരെ CPM BJP ബാന്ധവം നീണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില പ്രതികരണങ്ങളൊക്കെ. കാരണം ഈ പരിപാടി നടക്കാതിരിക്കുന്ന സമയത്ത് ഒരേ പോസ്റ്റുകൾ വരുന്നത് BJP-ക്കാരും CPM-കാരും ഒരേപോലെ വിഷമിക്കുകയാണ്. എന്തായാലും അവരുടെ വിഷമം ഇന്ന് മാറിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നോടുള്ള ഒരു വിരോധവും എനിക്ക് നിങ്ങളോടില്ല, ഒരാളോടുമില്ല. കാരണം ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലാണ്. നിങ്ങളെ ഞാൻ തോൽപ്പിക്കാൻ പോകുന്നത് സ്നേഹം കൊണ്ടാണ്. നിങ്ങളെ ഞാൻ തോൽപ്പിക്കാൻ പോകുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ്. വെറുപ്പ് കൊണ്ട് ഒരാളെയും തോൽപ്പിക്കാൻ കഴിയില്ല, വിദ്വേഷം കൊണ്ട് ഒരാളെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് UDF പ്രവർത്തകനായി, കോൺഗ്രസ് പ്രവർത്തകനായി, സ്നേഹത്തിന്റെ ഭാഗമായി, സ്നേഹം കൊണ്ട് നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കീഴ്പ്പെടുത്തും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ജന്മനാട് എനിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. MP-ക്കായി വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. ജയ് ഹിന്ദ്.